ലോകരാജ്യങ്ങൾക്കിടയിൽ യുദ്ധവും ആഭ്യന്തര കലാപവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്കുള്ള സമർപ്പണവുമായി മൂന്നാമത് മഴവിൽക്കൂട്ട ചിത്രരചനാ മത്സരം ഏറെ ശ്രദ്ധേയമായി. പട്ടിത്താനം വാറ്റുപുര യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും വെമ്പള്ളി ഗവൺമെന്റ് UP സ്കൂളും സംയുക്തമായി പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായാണ് ചിത്രരചനാ മത്സരം നടത്തിയത്. ഗാന്ധി ജയന്തി, ലോക അഹിംസാ മാസാചരണം എന്നിവയുടെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിക്കപ്പെട്ടത്. വിദ്യാർത്ഥികൾക്കിടയിൽ അഹിംസാ സന്ദേശം നൽകുകയും ആധുനിക കാലത്ത് ഗാന്ധിയൻ ചിന്തയിൽ നിലനിൽക്കുന്നതിന്റെ പ്രാധാന്യവും ബോധ്യമാക്കുക എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ 3 വർഷങ്ങളായി മഴവിൽക്കൂട്ടം സംഘടിപ്പിക്കപ്പെട്ടു വന്നുകൊണ്ടിരുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 40-ൽ പരം സ്കൂളുകളിൽ നിന്ന് 250-ലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും വിതരണം ചെയ്തു. കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നല്ല സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 3 ഇരട്ടി കുട്ടികളാണ് ഇപ്പോൾ പങ്കെടുത്തത്. കാരണം നമ്മൾ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിൽ പ്രതികരിക്കുന്നുള്ള ഇപ്പം നമുക്ക് മനസ്സിലായി. കഴിഞ്ഞ വർഷത്തെ അതിൽ നിന്ന് ഒത്തിരി കുട്ടികൾ, കഴിഞ്ഞ പ്രാവശ്യം 100 കുട്ടികളാണെങ്കിൽ ഇപ്പം 300 കുട്ടികളോട് പങ്കെടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബർ 2-നായിരുന്നു. ഇത് ഇന്ന് അവധി ദിവസമൊക്കെ നോക്കി നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ എല്ലാം കഴിവുകൾ, ഓരോ കുട്ടിയിലും അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഒരു വർണ്ണചിത്രത്തിൽ കൂടിയാകട്ടെ, പാട്ടിൽ കൂടിയാകട്ടെ, ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. അതിനെ പരിപോഷിക്കുക, അതിനെ പരിപോഷിപ്പിക്കുന്നതിന് ഈ കലാ സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും വാറ്റുപുര യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നൽകി വരുന്ന സംഭാവനകൾ വളരെ വലുതാണെന്നും കഴിഞ്ഞ 3 വർഷങ്ങളായി നടത്തിവരുന്ന മഴവിൽക്കൂട്ടം ചിത്രരചനാ മത്സരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് പ്രശംസനീയമായ പങ്കാളിത്തമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. അഹിംസയിൽ അധിഷ്ഠിതമായ ലോകവീക്ഷണം ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിക്കൊടുത്താൽ അവർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കഴിവുകൾ ലോകത്തിൽ നൽകുമെന്നും അതുവഴി ലോക സമാധാനം കുട്ടികളിൽ നിന്ന് തുടങ്ങുവാൻ കഴിയുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വാർഡ് മെമ്പർ തമ്പി കാവുംപറമ്പിൽ, വെമ്പള്ളി ക്ലബ്ബ് സെക്രട്ടറി ഗംഗാദത്തൻ PS, വെമ്പള്ളി സ്കൂൾ അധ്യാപകൻ ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് KJ വിനോദ് അധ്യക്ഷനായിരുന്നു. LP വിഭാഗത്തിൽ ബിലൻ ബിനു ജോസഫ്, എമി ജെയ്സൺ, ജാൻവി സാറ ജോമോൻ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങളും, ശിവനന്ദ സുനിൽ, തെരേസ ജോബി ചെരുവിൽ, കരോൾ P അരുൺ, മാളവിക സതീഷ്, ധ്വനി ദീപക് എന്നിവർ പ്രോത്സാഹന സമ്മാനങ്ങളും കരസ്ഥമാക്കി. UP വിഭാഗം സേതുലക്ഷ്മി VA, അഷ്ന അന്ന ജോബി, ഏഞ്ചൽ എലിസബത്ത് ബിബിൻ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങളും, രഞ്ജിഷ് KR, അമീഷ സുരേഷ്, ആദിദേവ് VA, വൈഷ്ണവ് വിനീഷ്, അർഷിത മജീദ് എന്നിവർ പ്രോത്സാഹന സമ്മാനങ്ങളും കരസ്ഥമാക്കി. ക്ലബ്ബ് ഭാരവാഹികളായ സോണി ജോസഫ്, അബിൻ സാബു, ബിബിൻ ബാബു, ബിജു ജോസഫ്, സനേഷ് ജോസഫ്, സജീവ് CG, സാബു PD, രാഗിൽ രതീഷ്, ബിബിൻ മാത്യു, ജെറിൻ ജോസഫ്, മനു K തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. i4A ന്യൂസ്, ഏറ്റുമാനൂർ.